ഹായ് ഓൾ, നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ചിലർക്കെങ്കിലും ഉള്ളൊരു സംശയമാണ്, ഏത് കോഴ്സ് എടുത്താലാണ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുക, ഏത് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാം, അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് എന്താണ്, ആർക്കൊക്കെ ഇത് ഫ്രീ ആയിട്ട് പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികളെ ഒന്ന് പരിചയപ്പെടാം. ജർമ്മനിയിൽ മെയിനായിട്ട് 2 തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ഒന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും മറ്റൊന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റികളും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ തന്നെ നമ്മളൊരു നിശ്ചിത എമൗണ്ട് സബ്സിഡൈസ് അല്ലെങ്കിൽ ഇയർലി ട്യൂഷൻ ഫീസ് അടച്ച് വേണം പഠിക്കാൻ വേണ്ടി. ഇനി പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ജർമ്മനിയിലെ 16 ഫെഡറൽ സ്റ്റേറ്റുകളിലായിട്ട് ഏകദേശം 350ഓളം പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ തന്നെ 2000-ലധികം കോഴ്സുകളും അവൈലബിൾ ആണ്. നമ്മുടെ എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് ഈ കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ സാധിക്കും. ചിലർക്കെങ്കിലും ഉള്ളൊരു സംശയമാണ്, നമ്മൾ ജർമ്മനിയിൽ ഒരു കോഴ്സ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് നിർബന്ധമാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം. ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ 2 തരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഒന്ന് ഇംഗ്ലീഷ് തൊട്ട് പ്രോഗ്രാംസും മറ്റൊന്ന് ജർമ്മൻ തൊട്ട് പ്രോഗ്രാംസും. ഈ ജർമ്മൻ തൊട്ട് പ്രോഗ്രാംസ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഏകദേശം C1 ലെവൽ നമുക്ക് വേണം. ഇതിൻ്റെ ലെവൽസ് വരുന്നത് A1, A2, B1, B2, C1, C2. അതിൽ C1 ലെവലെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുക. ഇനിയുള്ളത് ഇംഗ്ലീഷ് തൊട്ട് പ്രോഗ്രാംസ് ആണ്. ഇംഗ്ലീഷ് തൊട്ട് പ്രോഗ്രാംസിൽ നമ്മുടെ ക്ലാസ്സസ്, എക്സാംസ്, തീസിസ് ഇതെല്ലാം 100% ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് IELTSന് ഒരു ഓവറോൾ 6.5 ബാൻഡ് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ അഡ്മിഷൻ കിട്ടും. എല്ലാ കോഴ്സുകൾക്കും ജർമ്മനിയിൽ വലിയ സാധ്യതയില്ല. മെയിൻലി സ്റ്റെം സബ്ജക്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ജർമ്മനിയിലുള്ളത്. സ്റ്റെം സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പം സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സ്. ഈ 4 സ്ട്രീമിലാണ് നിങ്ങളവിടെ പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനശേഷം ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ മാർക്കാണ്. സാധാരണഗതിയിൽ അല്പം മാർക്ക് കുറവുള്ളവർക്കും ബാക്കിയുള്ള കൺട്രീസിൽ അഡ്മിഷൻ കിട്ടും. പക്ഷേ ജർമ്മനിയിൽ അത് നടക്കില്ല. ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഗവൺമെൻറ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസാണ്. അവർ നമ്മളെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമ്പോൾ അവർ ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിനെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ബാച്ചിലേഴ്സ് ഒക്കെ കഴിഞ്ഞവർക്ക് മിനിമം ഒരു 72% എബോവ് മാർക്കുള്ളവർക്കായിരിക്കും അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. ജർമ്മനി നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഒന്ന് ബാച്ചിലേഴ്സ് കോഴ്സാണ്. അതൊരു 3.5 വർഷത്തെ കോഴ്സായിരിക്കും. നമുക്ക് ഇംഗ്ലീഷ് തൊട്ട് തന്നെ പഠിക്കാം. അത് കഴിയുമ്പോൾ 1.5 വർഷത്തെ ഒരു സ്റ്റേ ബാക്കും കാണും. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ബാച്ചിലേഴ്സ് കഴിഞ്ഞവർക്ക് അവിടെ പോയി മാസ്റ്റേഴ്സ് ചെയ്യാം. അത് 1.5 അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സായിരിക്കും. അത് കഴിഞ്ഞാലും നമുക്ക് 1.5 വർഷത്തെ സ്റ്റേ ബാക്കാണുള്ളത്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഉണ്ടാകാൻ പോകുന്ന ചിലവെന്ന് പറയുന്നത് ലിവിങ് എക്സ്പെൻസ് കാണിക്കാന്നുള്ളതാണ്. ഏകദേശം ഒരു 11,203 യൂറോ, ഇന്ത്യൻ റുപ്പി ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപയോളം നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മളത് ബ്ലോക്ക് ചെയ്യും. സ്റ്റുഡൻറ്റ് ജർമ്മനിയിൽ എത്തിയതിന് ശേഷം നമ്മൾ ഈ എമൗണ്ട് അൺബ്ലോക്ക് ചെയ്യും. അതിൽ 934 യൂറോ വെച്ച് എല്ലാ മാസവും നമുക്ക് വിഡ്രോ ചെയ്ത് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഗവൺമെൻറ് ഈ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻറ്റ് അവിടെ ഒരു യൂണിവേഴ്സിറ്റി എൻറോൾ ചെയ്ത് നമ്മുടെ സ്റ്റഡീസായിട്ട് മുന്നോട്ട് പോകുന്നു, പാർട്ട് ടൈം ഒന്നും ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ നടത്തണം. അതിനുവേണ്ടിയാണ് ഗവൺമെൻറ് നിർബന്ധിതപൂർവ്വം ഈ എമൗണ്ട് നമ്മളെ കൊണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇനി അതല്ല, ഒരു പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ജോലിക്ക് പോയി കിട്ടുന്ന ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജർമ്മനി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ ഫീസും ഇല്ലാതെ നമ്മളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലിവിങ് എക്സ്പെൻസ് മൊത്തത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിൽ നമുക്കവിടെ പഠിക്കാൻ സാധിക്കും. ജർമ്മനിയിലല്ലാതെ വേറൊരു കൺട്രിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നതല്ല. ഇതൊക്കെയാണ് ജർമ്മനിയിലെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. മറ്റൊരു കൺട്രിയും കൊടുക്കാത്ത തരത്തിലുള്ള ഓഫേഴ്സാണ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ജർമ്മനി കൊടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിൽ, അതും ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ബൈ.